Good morning, students. Adutha university question idana. Use trapezoidal rule to evaluate integral 0 to 1 x cubed dx considering 5 subintervals. July 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യും. x ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised 4 കിട്ടും. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഇവിടെ ഇന്റഗ്രേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാതെ ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയുടെ പേരാണ് ട്രപസോയ്ഡൽ റൂൾ. ട്രപസോയ്ഡൽ റൂൾ പറയുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ a to b f of x dx is equal to h/2 into y0 plus yn plus 2 into y1 plus y2 plus y3 plus etc plus yn minus 1. ഇതാണ് ഫോർമുല. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ പോണത്. ഈ ഫോർമുലേനെ വിളിക്കുന്ന പേരെന്താണ്? ട്രപസോയ്ഡൽ റൂൾ എന്നാണ്. ട്രപസോയ്ഡൽ റൂള് h/2 ഇൻറ്റു y0 എന്ന് പറഞ്ഞാൽ വൈയുടെ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം പ്ലസ് y എന്ന് പറഞ്ഞാൽ വൈയുടെ ലാസ്റ്റ് ടേം ആണ്. പ്ലസ് 2 ഇൻറ്റു remaining terms, y-യുടെ remaining terms. ഇതാണ് ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം h കണ്ടുപിടിക്കണം. h കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? h കണ്ടുപിടിക്കാനുള്ള ഫോർമുല h is equal to b minus a by n എന്നാണ്. b എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? 1. ലോവർ ലിമിറ്റ് എത്രയാണ്? 0. 1 minus 0 divided by n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇന്റർവൽസ്. ഇവിടെ എത്ര ഇന്റർവൽസ് ഉണ്ട്? 5 ഇന്റർവൽസ്. അപ്പോൾ 5. 1/5 എന്ന് പറഞ്ഞ ആൻസർ എത്ര കിട്ടും? 0.2. അപ്പൊ h എന്നുള്ള എന്തെടുക്കണം? h ടേക്കഡ് ആസ് 0.2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ടേബിൾ ഫോം ചെയ്യണം. ടേബിൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? x ന്റെ വാല്യൂ ഇവിടെ എഴുതാം, കറസ്പോണ്ടിങ് y യുടെ വാല്യൂ ഇവിടെ എഴുതാം. x ന്റെ വാല്യൂ ഇവിടെ x ന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. ഫസ്റ്റ് വാല്യൂ 0. അടുത്ത വാല്യൂ കിട്ടാനായിട്ട് ഈ 0.2 ആഡ് ചെയ്യുക. അപ്പോൾ 0.2. വീണ്ടും 0.2 ആഡ് ചെയ്യുക. 0.4. വീണ്ടും 0.2 ആഡ് ചെയ്യുക. 0.6. വീണ്ടും ആഡ് ചെയ്യുക. 0.7. 0.8. അടുത്ത ആഡ് ചെയ്യുക. 0.1. ഇങ്ങനെയാണ് നമുക്ക് ഇന്റർവൽ കിട്ടുന്നത്. അപ്പൊ എത്ര ഇന്റർവൽ ആണെന്ന് 1, 2, 3, 4, 5. 5 ഇന്റർവൽ നമുക്ക്. ഇനി ഈ x 0 ആകുമ്പോൾ y-യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് എന്താണ്? y is equal to x³ ആണ്. ഇവിടെ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് x³ എന്നാണ്. അപ്പൊ x ന്റെ വാല്യൂ 0 ആകുമ്പോൾ y-യുടെ വാല്യൂ എന്താണ്? 0. x ന്റെ വാല്യൂ 0.2 ആകുമ്പോൾ y-യുടെ വാല്യൂ എത്രയാണ്? 0.2 ന്റെ ക്യൂബ് ചെയ്യാം. 0.2 ന്റെ ക്യൂബ് എന്താണ്? 0.008. ഇനി x is equal to 0.4 ആകുമ്പോൾ y എത്രയാണ്? 0.4 നെ നമ്മള് ക്യൂബ് ചെയ്യാം. 0.064. അടുത്ത x is equal to 0.6 ആകുമ്പോൾ y എത്രയാണ്? അതിനെ ക്യൂബ് ചെയ്യാം. 0.6 ന്റെ ക്യൂബ് എത്രയാണ്? 0.216. ഇനി x is equal to 0.8 ആകുമ്പോൾ y എത്രയാണ്? അതിനെ ക്യൂബ് ചെയ്യാം. ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 0.51. ഇനി x is equal to 1 ആകുമ്പോൾ y എത്രയാണ്? y is equal to 1. അപ്പൊ നമ്മൾ ടേബിൾ ഫോം ചെയ്തു. അങ്ങനെ ടേബിൾ ഫോം ചെയ്യുമ്പോൾ y-യുടെ വാല്യൂസ് ഏതൊക്കെ കിട്ടി? ഫസ്റ്റ് വാല്യൂ 0, രണ്ടാമത്തെ വാല്യൂ 0.008, മൂന്നാമത്തെ വാല്യൂ 0.064, അടുത്ത 0.216, അടുത്ത 0.512, ദാറ്റ് ഈസ് അടുത്ത വാല്യൂ. ഇതിലെ ഈ ഫസ്റ്റ് വാല്യൂ നമ്മൾ y0 എന്ന് വിളിക്കും, ഇതിനെ y1 എന്ന് വിളിക്കും, ഇതിനെ y2 എന്ന് വിളിക്കും, ഇതിനെ y3 എന്ന് വിളിക്കും, ഇതിനെ y4 എന്ന് വിളിക്കും, ഇതിനെ y5 എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 x³ dx ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. h എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2/2. ഫസ്റ്റ് ടൈം എത്രയാണ്? 0. ലാസ്റ്റ് ടൈം എത്രയാണ്? 1 പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ടൈംസ്. റിമൈനിങ് ടൈംസ് ഏതൊക്കെയാണ്? 0.008, 0.064, 0.216, 0.512. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിന് പകരം 0 എഴുതി, ലാസ്റ്റ് ടൈമിന് ഒരു 1 എഴുതി,
2 into remaining terms. Remaining terms ഏതൊക്കെയാണ്? 0.008, 0.064, 0.216, 0.51. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 വരും. 0.1 into ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 into ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.8. ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.1 പ്ലസ് 1.28 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.26. നമ്മൾ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ എത്രയാണ്? 0.26. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ടെക്നിക് അപ്ലൈ ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി യൂസ് എ റൂൾ. ആ റൂളിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ട്രപ്പിസോഡിയൽ റൂൾ. ട്രപ്പിസോഡിയൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ a to b f of x dx is equal to h/2 into y0 plus yn plus 2 into remaining terms. The first term plus last term plus 2 into remaining terms. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x³ ആണ്. x³ ആണ് y എന്ന് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ഇന്റർവൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ? 5 ഇന്റർവൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യം നമ്മൾ h കണ്ടുപിടിക്കുന്നു. h കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? b minus a by n. 1 minus 0/5. അപ്പൊ നമുക്ക് h ന്റെ വാല്യൂ 0.2 കിട്ടും. അപ്പൊ 0 to 1 എന്നുള്ളത് എങ്ങനെ ചെയ്യാം? x ന്റെ ഫസ്റ്റ് വാല്യൂ 0 എടുക്കുന്നു, സെക്കൻഡ് വാല്യൂ 0.2 എടുക്കുന്നു, അടുത്ത വാല്യൂ 0.4 എടുക്കുന്നു, അടുത്ത 0.6 എടുക്കുന്നു, 0.8 എടുക്കുന്നു, then 1 എടുക്കുന്നു. ഇനി x ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y യുടെ വാല്യൂ, x 0 ആകുമ്പോൾ y യുടെ വാല്യൂ കിട്ടാനായിട്ട് അത് ക്യൂബ് ചെയ്താൽ മതി. x 0.2 ആകുമ്പോൾ y യുടെ വാല്യൂ കിട്ടാനായിട്ട് ക്യൂബ് ചെയ്താൽ മതി. അങ്ങനെ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് y യുടെ വാല്യൂസ് എല്ലാം കിട്ടും. y യുടെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ y യുടെ ഫസ്റ്റ് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് y0, ലാസ്റ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് yn. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ h/2 into y0 plus yn. അപ്പൊ 0 plus 1 plus 2 into remaining terms. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.26. ഇങ്ങനെയാണ് ട്രപ്പിസോയിഡ് റൂൾ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ട്രപ്പിസോയിഡിന്റെ ഫോർമുല എന്താണ്? h/2 into first term plus last term plus 2 into remaining terms. ഇത് ജൂലൈ 2021 3 മാർക്കറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.